ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകയറാനുള്ള CPM നീക്കത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വലിയ പരിഹാസ ട്രോളുകളാണ് കേട്ടോ. കൈയിട്ട് വാരാനുള്ള അടുത്ത ശ്രമം. തലയിൽ മുന്നിട്ട് അമ്പലത്തിൽ പോയവർക്ക് ഇനി പരസ്യമായി പോകാം തുടങ്ങി നവമാധ്യമങ്ങളിൽ ട്രോളാണ്. ട്രോളുകളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ. എന്തായാലും ടെമ്പിൾ കമ്മിറ്റി പ്രസിഡന്റായി പിണറായി സഖാവ് വരണമെന്നാണ് ചിലരുടെയൊക്കെ പ്രതികരണം. കോഴിക്കോട് നിന്നും രമ്യദാസ് ഉണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. രമ്യ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ അടക്കി വാണത് ട്രോളന്മാരുടെ പ്രിയപ്പെട്ട CPMകാർ തന്നെയായിരുന്നു. കാരണം ഇത്തരത്തിൽ തലയിൽ മുണ്ടിട്ട് പോകൂ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ടൊന്നും വെടിവഴിപാട് പറയാതെയൊന്നും വെടിവഴിപാട് നടത്തേണ്ട ആവശ്യമില്ലല്ലോ, പറഞ്ഞുകൊണ്ട് തന്നെ വെടിവഴിപാടൊക്കെ നടത്താം അല്ലേ. എങ്ങനെയാണ് ഈ CPMകാരെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളന്മാർ ഏറ്റെടുക്കുന്നത്? അങ്ങനെ ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകൂടാനുള്ള നീക്കത്തിനെതിരെ മറ്റേതൊക്കെ പ്രതിഷേധമാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത്? അശ്വതി, KP, ഗുഡ് മോർണിംഗ്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കനത്ത തോൽവി തന്നെയായിരുന്നു CPMന്, പ്രത്യേകിച്ചും LDFനെല്ലാം നേരിടേണ്ടി വന്നത്. അതായത് ഒരു വിഭാഗം അണികളെല്ലാം തന്നെ പാർട്ടിയിൽ നിന്നും പുറംതിരിയുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരത്തിലൊരു ശബരിമല വിഷയമൊക്കെ വൻതോതിൽ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെ പാർട്ടിക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അനുഭവത്തിൽ തന്നെയാണ് ഒരു കളം മാറ്റി ചവിട്ടാൻ CPM ശ്രമിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ക്ഷേത്ര കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ ഇത്തരത്തിൽ അണികൾക്ക് കൂടുതൽ ഒരു നിർദ്ദേശമെല്ലാം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ ഇത് മലബാറിലാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. മലബാറിൽ പ്രത്യേകിച്ച് കാസർഗോഡാണ് ഇത്തരത്തിലൊരു കോർ കമ്മിറ്റിയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. അതായത് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ഈ കോർ കമ്മിറ്റി എല്ലാം രൂപീകരിക്കണം. അതായത് താഴെത്തട്ടിൽ നിന്നും ഇത്തരത്തിൽ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ ഇടപെടലുകൾ നടത്തണമെന്നൊക്കെയാണ് താഴെത്തട്ടിലുള്ള അണികൾക്ക് ഉൾപ്പെടെ പാർട്ടിയൊക്കെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് കൃത്യമായി തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും CPMന്, അതായത് പാർട്ടിക്ക് കൃത്യമായി തന്നെ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ഉൾക്കൊള്ളിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു കളം മാറ്റി ചവിട്ടുന്ന രീതിയിലേക്ക് മാറുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നേരത്തെ എല്ലാം തന്നെ ഈ അമ്പലത്തിലെല്ലാം തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അമ്പലങ്ങളുടെ എല്ലാം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അമ്പലങ്ങളിൽ കുറിതൊട്ടിരിക്കുന്ന മുണ്ടുടുത്ത് നിൽക്കുന്ന സഖാക്കളെ ഇമാജിൻ ചെയ്യാനേ പറ്റത്തില്ല. കാരണം ഇത്തരത്തിൽ അവരുടെ ആദർശങ്ങൾക്കൊക്കെ എതിരാണല്ലോ. KP, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് ഈ കാസർഗോഡ്, കണ്ണൂർ പ്രദേശങ്ങളിൽ ഈ ക്ഷേത്ര കമ്മിറ്റികളിലായി കഴിഞ്ഞാലും ഇപ്പോൾ ഈ ബ്രാഞ്ച് സെക്രട്ടറി, നിര കമ്മിറ്റി മെമ്പർമാർ ഇവരൊക്കെയും നുഴഞ്ഞു കയറി എത്തുകയാണ്. കാരണം അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെയും ഈ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നതിൽ വിട്ടുമാറുന്ന സാഹചര്യം, അതിൻ്റെ ഒരു ഉപാധി കൂടിയായിട്ടാണ് ഇപ്പോഴിങ്ങനെ തിരക്കിട്ട നീക്കം നടന്നത്. പക്ഷേ ഏതായാലും അത് പലപ്പോഴും പരിഹാസ്യമാകുന്നത് യാഥാർത്ഥ്യം. കാരണം പറയുന്നതൊന്നും ചെയ്യുന്നതിനും പറ്റും.